സ്വാഗതം. ഫാസ്റ്റ് ന്യൂസിലേക്ക് ആദ്യം മറ്റൊരു വാർത്തയിലേക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ച് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലായിരുന്നു ബി.ജെ.പി അധ്യക്ഷന്റെ പ്രതികരണം. ഞാനോ 100% എഴുതിച്ചോളൂ. 100% ഞാൻ മത്സരിക്കും. ഞാൻ കോൺസ്റ്റിറ്റ്യുവൻസി പറയാം, നിയമം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ മത്സരിക്കും. നടരാജ് പരശുരാമുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. നടരാജ്, ഈ പ്രതികരണത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നുണ്ട് ഒരു സ്വയം സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിലേക്ക് മാറിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് തൃശ്ശൂരിൽ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലാണ് ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഭാഗമായി അദ്ദേഹം നേമത്ത് മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയത്. നമുക്കറിയാവുന്ന പോലെ സംസ്ഥാനത്ത് പല മണ്ഡലങ്ങളും നേരത്തെ തന്നെ ബി.ജെ.പി സ്ഥാനാർത്ഥികളെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് ആ മണ്ഡലങ്ങളിൽ മത്സരിക്കാനും അതിന് മുന്നോടിയായി അവിടെ പ്രവർത്തിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യം, കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ തന്നെ വലിയ രൂക്ഷമായ ഭാഷയിൽ രാജീവ് ചന്ദ്രശേഖർ വിമർശിക്കുന്നതും PMC പദ്ധതിയെ വിമർശിക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങളാണ്. ഈ സാഹചര്യത്തിലാണ് നേമത്ത് താൻ തന്നെ മത്സരരംഗത്തുണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നത്. ഇതിന് തയ്യാറാണെന്നും അതിനുവേണ്ട ഒരുക്കങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുണ്ട്. നേമം ബി.ജെ.പിക്ക് ഏറെ വോട്ടുള്ള മണ്ഡലങ്ങളായി കരുതപ്പെടുന്നതാണ്. ബി.ജെ.പി A ക്ലാസ് പട്ടികയിൽപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ് നേമം. അവിടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കാൻ വരിക എന്ന് പറയുമ്പോൾ ബി.ജെ.പി ചെറിയ രീതിയിലല്ല തെരഞ്ഞെടുപ്പിനെ കാണാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് ബി.ജെ.പി ഇക്കാര്യത്തിൽ നൽകുന്നത്. മറ്റു പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ ബി.ജെ.പി നേതൃത്വം കണക്ക് കൂട്ടിയിട്ടുണ്ട്. അവരോടൊക്കെ തന്നെ അതാത് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും നേമത്ത് താൻ തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ചാടിയിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ബി.ജെ.പിക്ക് പ്രതീക്ഷയുള്ള മണ്ഡലത്തിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ സ്ഥാനാർത്ഥിയാവുകയാണ്. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ. നടരാജ് പരശുരാമാണ്